നിങ്ങളുടെ മോഡൽ എക്സാമിന് ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ടൈം ടേബിൾ ഇട്ടത് ആരാണ് എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. കാരണം അത്രത്തിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഈ ഒരു മോഡൽ എക്സാം +1 മോഡൽ എക്സാം എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. കാരണം പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് 17-ാം തീയതിയാണ്, അതുപോലെ 21-ാം തീയതി വരെയാണ് പരീക്ഷ. ഈ 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ, അല്ലെങ്കിൽ ഈ വരുന്ന മൺഡേ ടു ഫ്രൈഡേ വരുന്ന 5 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ സബ്ജക്റ്റ് അടിച്ച് തീർക്കുക എന്ന സെൻസ് രാവിലെയും, അതായത് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കും, ഉച്ചയ്ക്ക് ശേഷവും നിങ്ങൾ എക്സാം ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു ഏതൊക്കെയാണ് എക്സാം വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് തുടക്കത്തിൽ അഗ്രസീവ് ആയത്. ആദ്യം ശ്രദ്ധിച്ചോ, 17-ാം തീയതി മൺഡേ നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോകുന്ന ലാംഗ്വേജ് എക്സാം, അതായത് മൺഡേ 17-ാം തീയതി ആദ്യ പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജ് പാർട്ട് 2 ലാംഗ്വേജ്. ഏതൊക്കെയാണ് പാർട്ട് 2 ലാംഗ്വേജോ? നിങ്ങളുടെ ഹിന്ദി വരും, മലയാളം വരും, സംസ്കൃതം വരും, അതുപോലെ തന്നെ അറബിക്ക് വരും. അന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷ ഇംഗ്ലീഷാണ്. നോക്കി നിങ്ങൾ സെയിം ഡേ അതായത് പാർട്ട് 2 ഇംഗ്ലീഷാണ് നിങ്ങൾ അന്ന് ഉച്ചയ്ക്ക്. അതായത് ലാംഗ്വേജ് മൊത്തം ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, തീർക്കാൻ വേണ്ടി പോകാം. തലേദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണേ. അടുത്തത് നോക്കി നിങ്ങൾ ഇനി ചൊവ്വാഴ്ച വരാണ്. ചൊവ്വാഴ്ച ഫോർനൂൺ മോർണിംഗ് ഏതാ? ഹിസ്റ്ററിയും അതുപോലെ ബിസിനസ് സ്റ്റഡീസാണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി ഉണ്ട്, കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. അതേ ദിവസം 18-ാം തീയതി ഫോർനൂൺ ഏതാ? ട്യൂസ്ഡേ ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പരീക്ഷ ഏതാ? പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. രണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം മോഡൽ പരീക്ഷയാണ്. അതായത് എങ്ങനെയാണോ ഫൈനൽ എക്സാം നമ്മൾ പഠിക്കേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ ഭാഗവും നിങ്ങൾ പഠിച്ചിരിക്കണം. എത്ര കണ്ടന്റ് പഠിക്കാൻ നിങ്ങൾ ചുമ്മാ ഇത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അടുത്ത പിടിച്ചോ 19-ാം തീയതി ഫോർനൂൺ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ കൊമേഴ്സുകാർക്ക് ഹ്യൂമാനിറ്റീസുകാർക്കും സെയിം എക്സാം ആണ്. ഏതാണ്? എക്കണോമിക്സ് ആണ് അല്ലേ? എന്നാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ജിയോഗ്രഫി, അതുപോലെ അക്കൗണ്ടൻസിയാണ്. കൊമേഴ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ച് എന്താ അവസ്ഥ? അക്കൗണ്ടൻസിയും നന്നായി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സും കാര്യമായിട്ട് പഠിക്കാനുണ്ട്. എന്താ അവസ്ഥ? അടുത്ത ശ്രദ്ധിച്ചോ, ഇനി 20-ാം തീയതി ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി 20-ാം തീയതി ഉച്ചശേഷം സോഷ്യോളജി നടക്കാൻ വേണ്ടി പോവാം. ഏറ്റവും അവസാനം 21-ാം തീയതി മാത്സ് ആണ് പരീക്ഷ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം, അതായത് ഈ 18-ാം തീയതിയും 19-ാം തീയതിയും എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തലയിൽ കൂടെ എല്ലാ കിളിയും ഒരേ ദിവസം പറക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ സാറേ എനിക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കും തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുമെങ്കിൽ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നമുക്ക് ഒരു ശരിക്കും നമ്മൾ ഈ വെക്കേഷനിലെ മൂഡിൽ നമ്മളിങ്ങനെ റിലാക്സ് ആയി പോകുമായിരുന്നു. ഇനി ആ മൂഡൊന്നുമല്ല, നിങ്ങളുടെ പരീക്ഷ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പഠിക്കാൻ സമയമാണ്. ജിപ്പോന്റെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിർബന്ധമായും ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പർ ഉണ്ട്. സോ ഈ സമയം പഠിക്കാനുള്ള സമയമാണ്, മാക്സിമം ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ആദ്യമായി കാണുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കമന്റ് ചെയ്യാൻ പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്.